ചെല്ലട്ടുപൊയിൽ ഉല്ലാസ് നഗർ പ്രദേശത്തെ ജനവാസ മേഖലയിൽ വരുന്ന പാലിയം മണിയൂർ ഡയാലിസിസ് സെന്റർ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നാളെ മണിയൂർ പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. മണിയൂർ പഞ്ചായത്തിലെ 17-ാം വാർഡ് ചെല്ലട്ടുപൊയിൽ ഉല്ലാസ് നഗർ എന്ന പ്രദേശത്ത് നിന്ന് വരികയാണ്. ഞങ്ങളുടെ വിഷയം അവിടെ പാലിയം മണിയൂർ എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പാലിയേറ്റീവ് കെയർ ചെല്ലട്ടുപൊയിൽ തുടങ്ങുന്ന ഡയൽ സെൻ്ററുമായി ബന്ധപ്പെട്ടാണ്. ആദ്യകാലങ്ങളിൽ ഈ ഡയൽ സെൻ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഈ സെൻ്റർ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ ഡയൽ സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സുകളൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അവസാനം ഈ ഡയൽ സെൻ്ററിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. അതിൻ്റെ പ്രക്രിയകൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പുറകുവശത്ത് ഒരു ടാങ്ക് നിർമ്മിച്ചപ്പോൾ അത് എന്തിനാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് ഇതിൻ്റെ വെള്ളങ്ങളൊക്കെ ഇതിൻ്റെ ഡയാലിസിസ് ചെയ്യുന്ന മലിനജലം അതിലേക്ക് കടത്തിവിട്ട് അതിനുള്ള ടാങ്കാണെന്ന് പറഞ്ഞപ്പോൾ പ്രദേശവാസികൾ ഉന്നയിച്ചത് ആ ടാങ്ക് ഒന്നുകിൽ നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് എന്ത് ചെയ്ത് ഞങ്ങൾ മറ്റ് ഡയാലിസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രശ്നം നടക്കുന്ന ഡയാലിസ് സെൻ്ററിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ 7ഓളം ഡയാലിസ് സെൻ്റർ ഞങ്ങൾ സന്ദർശിക്കുകയും അതിൽ ഞങ്ങൾ പാനൂർ കാര്യാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഒരു വണ്ടി വിളിച്ച് ഞങ്ങൾ പ്രദേശവാസികളൊക്കെ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിഭീകരമായ രീതിയിലാണ് ഈ ഡയാലിസ് സെൻ്ററിൻ്റെ മാലിന്യ പ്രശ്നങ്ങൾ. ഈ മലിനജലവും ഒഴുകി ഏകദേശം 14ഓളം കിണറുകൾ അശുദ്ധമായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 8 വീടുകൾ അവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ബന്ധു വീടുകളൊക്കെ താമസിക്കുകയാണ്. അത്രയും ദുരിതങ്ങൾ ഇതിനുള്ളിലുണ്ടെന്നുള്ളത് ഞങ്ങൾ വൈകിയാണ് മനസ്സിലാകുന്നത്. ഇത് വരാനുള്ള കാരണം ഞങ്ങൾ ഈ ഡയൽ സെൻ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിക്കുകയും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രദേശവാസികൾക്ക് ഒരു ഡയൽ സെൻ്റർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അല്ലെ ഡയൽ സെൻ്ററിലേക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അല്ലെ എന്തൊക്കെ പ്രക്രിയകളുണ്ടെന്ന് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത പാലിയം മണിയൂരുണ്ടായിരുന്നു. അത് അവിടെ നടന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ മണിയൂർ പഞ്ചായത്തിലേക്ക് ഈ വരുന്ന നാളെ 11-ാം തീയതി ഞങ്ങൾ ഒരു മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പഞ്ചായത്തിലേക്ക് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓതറൈസ്ഡ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നാണ് അവർക്കുള്ള പെർമിഷനൊക്കെ കൊടുക്കുന്നതെന്നും അത് ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഒരു പരാതി ഞങ്ങളുടെ ഒരു സങ്കട ഹർജി ഈ പ്രദേശവാസികളുടെ സങ്കട ഹർജി മണിയൂർ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യം ജനവാസ മേഖലയിൽ ഒരിക്കലും ഞങ്ങളിപ്പം ജനം തിങ്ങിപ്പാർക്കുന്ന അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകത ചെങ്കുത്തായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് അവർ ടാങ്ക് ഫിറ്റാക്കിയിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയത് അവർ ദിവസം ഒരു 25,000 ലിറ്റർ അവിടെ ആ ഒരു ടാങ്കിലേക്ക് അവർ വെള്ളം അവിടെ ആവശ്യമായി വരുമ്പോൾ അവിടെ അവർ സ്ഥാപിക്കേണ്ടത് കളക്ഷൻ ടാങ്ക് ഏതും 50,000 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ടാങ്കാണ് അവർ നിർമ്മിക്കുന്നത്. ഇപ്പോൾ ഏകദേശം അവിടെ 10 രോഗികളാണ് അവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 10 രോഗികൾക്കുള്ള മെഷീനുകളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം വെച്ചിട്ടുള്ള ETP സംവിധാനം ആ 10 രോഗികളെ വെച്ച് താങ്ങാനുള്ള ഒരു ETP സംവിധാനമല്ല ഇപ്പോൾ വെച്ചത്. 7 ലക്ഷം രൂപയുടെ ETP സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ശാസ്ത്രീയപരമായി ഈ പ്രക്രിയ നടക്കണമെങ്കിലും അതുപോലെ തന്നെ ETP സംവിധാനവും 60 ലക്ഷം മുതൽ 1.5 കോടി വരെ ശാസ്ത്രീയപരമായിട്ട് അവിടെ ഈ മാലിന്യം സംസ്കരിക്കാനുള്ള ETP പ്ലാനും അതുപോലെ തന്നെ STP പ്ലാനിനും അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടി ഇത്രയും തുക അവിടെ വരും. ഇത് കേവലം ഒരു ഡെമോ വെച്ചുകൊണ്ട് 7 ലക്ഷം രൂപയുടെ ETP പ്ലാന്റും അതുപോലെ തന്നെ STP പ്ലാന്റുമാണ് അവിടെ സ്ഥാപിക്കുന്നത്. അത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ആര് വന്നാലും കാണാൻ പറ്റുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇതിന് അതിയായ ഭീതിയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ അതിയായ ആശങ്കയുണ്ട്. ഈ ആശങ്കയെ അകറ്റി ഞങ്ങൾ അവിടെ നിന്ന് പറയാം, ഞങ്ങൾ ആ പ്രദേശവാസികൾ ആവശ്യപ്പെടുകയാണ് ഈ ഒരു പാലിയം ഡയൽ സെൻ്റർ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി ജനവാസ മേഖല അല്ലാത്ത മറ്റ് പ്രദേശത്തേക്ക് സ്ഥാപിക്കണമെന്നും അതുപോലെ തന്നെ ഞങ്ങൾ ഈ സമരസമിതി അവിടെയുള്ള നമ്മുടെ മണിയൂർ പഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള ഡയാലിസിസ് രോഗികൾക്കും ഡയാലിസിസ് സെൻ്ററിനും എതിരല്ല. ഞങ്ങൾ ഈ ഡയാലിസിസ് ചെയ്യേണ്ടുന്ന രോഗികളെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരെ വല്ലാത്ത രീതിയിൽ ഞങ്ങളെപ്പറ്റി ഈ സമര സമിതിയെപ്പറ്റി മോശമായ രീതിയിൽ
ഈ ഡയാലിസിസ് രോഗികൾക്കെതിരെയാണെന്ന രീതിയിലൊക്കെയുള്ള കിംവദന്തികളൊക്കെ അവിടെ അടിച്ചിറക്കുന്നുണ്ട്. ശരിയല്ല. ഞങ്ങൾ ഒരിക്കലും ഡയാലിസിസ് രോഗികൾക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെൻ്ററിനോ എതിരില്ല. ഞങ്ങൾ ഡയാലിസിസ് രോഗികളെ ചേർത്ത് പിടിക്കും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ആശങ്കയും ഞങ്ങളുടെ ഭയവും എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ജനവാസ മേഖലയിൽ ഞങ്ങൾക്ക് കുടിവെള്ളം വേണം. ഞങ്ങളുടെ കുടിവെള്ളം മലിനമാകരുത്, വായു മലിനമാകരുത്, അതുപോലെ തന്നെ മണ്ണ് മലിനമാകരുത് എന്നുള്ള ഇനിയും വരുന്ന തലമുറയ്ക്ക് ഒരു ദോഷം വരുന്ന രീതിയിലേക്കുള്ള ഒരു നവീകരണ പ്രവർത്തനവും അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഇവരുടെ ഡയാലിസിസ് പ്രവർത്തനം, ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രവർത്തനം അവിടെ പാടില്ല എന്ന് ഞങ്ങൾ ഈ സമരസമിതി ഉറച്ചു നിൽക്കുകയാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.